നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തികളൊക്കെ നമ്മോട് ചാറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകില്ല, ചിലപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ട് പോലും ഉണ്ടാകില്ല. അത്തരം ആളുകളൊക്കെ നമ്മോട് ചാറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു നമ്പർ എടുത്ത് ആ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമ്മൾ വാട്സപ്പിൽ അയാളോട് ചാറ്റ് ചെയ്യും. നമ്പർ സേവ് ചെയ്യാതെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ നമ്പർ വേണം തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ പുതിയ ഫോണിലേക്ക് വാട്സപ്പ് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കോൺടാക്റ്റ് നഷ്ടപ്പെടും. പിന്നീട് പല ആളുകളും പറയാറുണ്ട്, ഞാൻ വാട്സപ്പിൽ ഒരു കോൺടാക്റ്റ് നമ്പർ ചാറ്റ് ചെയ്തിരുന്നു, പക്ഷേ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, എൻ്റെ വാട്സപ്പിനകത്ത് ആ നമ്പർ കാണുന്നില്ല, എങ്ങനെ ആ കോൺടാക്റ്റ് നമ്പർ നമുക്ക് തിരിച്ചെടുക്കാമെന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ വാട്സപ്പിനകത്തൊരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ സേവ് ചെയ്യാത്തൊരു കോൺടാക്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ വാട്സപ്പ് സേവ് ചെയ്ത് വെക്കും. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ സേവ് ചെയ്യേണ്ട, വാട്സപ്പ് തന്നെ സേവ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഫോൺ മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ലോഗിൻ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ നമ്പർ അവിടെ കാണാൻ സാധിക്കും. ആ സെറ്റിങ്സ് അതാണ് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം, കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ ഇവിടെ ബ്ലോക്ക്ഡ് കോൺടാക്റ്റ് എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോൺടാക്ട്സ് എന്നുള്ള ഫീച്ചറിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വാട്സപ്പിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. പക്ഷേ ഇതല്ല നമ്മുടെ സെറ്റിങ്സ്. രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് താഴെ കാണാം, വാട്സപ്പ് കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ. ഇത് ഞാനിപ്പോൾ നിലവിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇത് ചെക്ക് ചെയ്ത് നോക്കുക. ഓഫാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്ത ആളുകൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പർ വാട്സപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ വാട്സപ്പ് സേവ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ ഈ വാട്സപ്പ് ഏത് ഫോണിലേക്ക് മാറ്റിയാലും ആ കോൺടാക്റ്റ് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ വാട്സപ്പിനകത്ത് ആ ചാറ്റും ആ കോൺടാക്റ്റും അവിടെ കിടക്കും. നേരത്തെ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്ത ആളുകളുടെ ചാറ്റുകൾ മാത്രമേ നമ്മൾ ഫോൺ മാറ്റിയാൽ കിട്ടുള്ളൂ. എന്നാൽ ഇനി അങ്ങനെയല്ല, വാട്സപ്പിനകത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആക്കി കൊടുക്കും. ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ വായിച്ച് നോക്കിയറിയാം, വാട്സപ്പ് ചാറ്റിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സേവ് ചെയ്യാത്ത നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് എനേബിൾ ചെയ്തതാണ്. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക. ആരെങ്കിലും നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റില്ലാത്ത വ്യക്തികൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് തന്നെ ആ കോൺടാക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് ആപ്പിനകത്ത് സേവ് ചെയ്ത് വെക്കും. കൂടുതൽ ടെക്നോളജി അറിവുകൾക്ക് നമ്മുടെ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.